ഇങ്ങനെ മൊത്തം കലങ്ങി കിടക്കുന്ന ചെളിയായി കിടക്കുന്ന പുഴുക്കളുള്ള ഏറ്റവും വൃത്തിഹീനമായ ഒരു ടാങ്ക് നമ്മുടെ പെരമണ്ടയിലിരിക്കുന്നത് നമ്മുടെ കുടിവെള്ള ടാങ്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള സംഗതിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. എങ്ങനെ ഇവനെ ക്ലീൻ ചെയ്തെടുക്കാം, അത് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുറ്റത്ത് നിന്ന് സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കും വരെ അത് ക്ലീൻ ചെയ്തെടുക്കാം. വരുന്നോ വെള്ളം വരുന്നുണ്ടോ? കലക്ക് വെള്ളം കണ്ടോ? ആ മൊത്തം പൊടിയും ചെളിയും എല്ലാം അങ്ങോട്ട് പോയി. ഇതോ ആ ടാങ്ക് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഹായ്, നമസ്കാരമുണ്ട്. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് വന്നിരിക്കുന്നത്. ഈ കൊച്ചു വീട്ടിൽ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇവിടെ ഒരു നല്ല സയൻറ്റിസ്റ്റ് ഉണ്ട്, ഏകദേശം 68 വയസ്സുള്ള ജനാർദ്ദനൻ ചേട്ടനാണത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമാകുന്ന, നമ്മുടെയൊക്കെ ലൈഫിനെ ഏറെ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ്. മറ്റൊന്നുമല്ല, നമുക്ക് നിലത്ത് നിന്ന് നമ്മുടെ ഏറ്റവും മുകളിലുള്ള ടാങ്ക്, അതായത് ഏത് ഘട്ടത്തിലാണെങ്കിലും ടാങ്കിന് 2ാം നിലയിലാണ് 3ാം നിലയിലാണ്, അതിന് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന ടാങ്കിന് ഏത് ടാങ്ക് ആണെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നമുക്ക് അവനെ കഴുകി ശുദ്ധമാക്കാൻ കഴിയും. ആ സാധനമാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ഈ ഒരു ടെക്നോളജി ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ആ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതങ്ങനെ ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നു. ചേട്ടായി, എന്നതിനാ എന്നെ കട്ടപ്പനെന്ന് വിളിച്ചു വരുത്തി? എന്നാ നമ്മളോട് എന്നാ പറയാനുള്ളത്? നിങ്ങളെ സാധാരണ വീട്ടിലുള്ള ടാങ്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള ടാങ്ക് എത്ര ഉയരത്തായാലും താഴെ നിന്ന് ആർക്കും ക്ലീൻ ചെയ്യാവുന്ന ചെറിയൊരു വിദ്യയുമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചാണ് അല്ലേ? വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടോ? അത് ഒത്തിരി കഷ്ടപ്പാടൊന്നും ഇതിനില്ല, നിസ്സാര പരിപാടിയേ ഉള്ളൂ. ആണോ? എന്നിരുന്നാലും നിങ്ങൾക്ക് താഴത്തുനിന്ന് ആർക്കും ക്ലീൻ ആക്കാം. ഓഹോ. ചേട്ടായിയെ കുറിച്ച് ഒന്ന് പറഞ്ഞേ, എന്നാ പരിപാടിയായിരുന്നു? പരിപാടിയായിട്ട് അങ്ങനെ നടക്കുന്ന ഒരാളാണ്. വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ. ഓക്കെ, നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന ഈ ടാങ്കിലാണ് ഇതിന്റെ ഫിറ്റിങ്സുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊരു പുതിയ ടാങ്കാണ്. ഇതിനകമൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ, ഇനി അതിന്റെ കാര്യങ്ങളിലേക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഇതിൽ 2 ഇഞ്ച് വെള്ളം നമ്മൾ ഉപയോഗിച്ചാൽ ഇതിൽ കെട്ടിക്കിടക്കുക. എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും അല്ലേ സാധാരണ പൈപ്പ് ഫിറ്റിങ്സുകൾ വെക്കുന്നത് അല്ലേ? ആ വെള്ളം കഴിഞ്ഞാലും ഇവിടെ 2 ഇഞ്ച് കൂടെ വെള്ളം ഇതിൽ കെട്ടിക്കിടക്കും. അത് ടാങ്കിനുള്ളിൽ അല്ലേ? അതിൽ കെട്ടിക്കിടക്കും. ഇത് വാഷ് ബേസിനുള്ള വേസ്റ്റ് കപ്ലിംഗ് ആണ്. ഓഹോ, നമ്മുടെ വാഷ് ബേസിന് വെക്കുന്നത്. എടുക്കാം, ഇറ്റാലൊന്ന് വാങ്ങുക. ഇതിനടിയിൽ തുള ഇട്ടിട്ടുണ്ട്. ഇത് പോകാനുള്ള ഒരു തുള, അത് അടിയിൽ തുളയ്ക്കുക. നമ്മൾ ആ വേസ്റ്റ് കപ്ലിങ് ഇതിൽ ഘടിപ്പിക്കുക. അത് വാഷർ, അത് വാഷർ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അടിയിൽ നിന്ന് ലീക്ക് ഉണ്ടാകില്ല? ലീക്കൊന്നും ഉണ്ടാകില്ല. ലീക്ക് കുറച്ച് അരാൾട്ടിറ്റ്യൂഡ് കൊടുത്താൽ മതി. അത് അങ്ങനെയാണ് ഞാൻ ആദ്യം കുറേ 30 കൊല്ലം മുമ്പ് 35 കൊല്ലം മുമ്പ് ചെയ്താണ് എൻ്റെ വീട്ടിലുള്ളത്. 34 കൊല്ലമായി ഞാനിവിടെ താമസാക്കിയിട്ട്. അന്ന് 34 കൊല്ലം മുമ്പ് ചെയ്തതാണ്. അന്ന് നമ്മളിങ്ങനെ ടാങ്ക് എഴുതുന്നുണ്ട്. അന്നും ചെയ്ത്, അന്ന് പരീക്ഷണം പലതും നടക്കുകയാണ്. അതാണ് 34 കൊല്ലമായി ഞാനിവിടെ താമസാക്കി. നിറച്ച് വെള്ളമോ ടാങ്കില്? ഇത് ടാങ്ക് നിറച്ച് വെള്ളമാണല്ലോ. അത് തുറന്ന് കാണിച്ചാൽ ആളുകൾക്ക് ഒരു സംശയം വേണ്ട. അപ്പം ഞാൻ കഴുകാൻ വേണ്ടി വെള്ളമൊക്കെ മേടിയതാ. ഇതുണ്ട്, അതിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഒരു തരം പിരിയുള്ളത് ഒരു പിരി ഒട്ടിക്കാൻ പറ്റിയതാണ്. അത് ഈ ഇതുമിലേക്ക്. അത് എത്ര ഇഞ്ച്? അത് ഇത് 1.25. 1.25 നമ്മൾ ഇത് 1.25. അത് അതേ ഫിറ്റ് ചെയ്യുക. അത്രയും സെറ്റായി. ഇനി എന്താ അടുത്ത പരിപാടി? ഇനി ടാങ്ക് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? അതായത് നമ്മൾ ഈ പ്ലംബിങ് ചെയ്യുന്ന കൂടി ഇതെല്ലാം അങ്ങ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയായി. ഇപ്പം ഞാൻ അതിന് അടിവശം ഒന്ന് നോക്കിക്കോട്ടെ. അതെ, അത് കാണിച്ചു. അതാണ് നമ്മുടെ സംഗതി എന്നുള്ളത് കണ്ടോ? ഇനിയിപ്പോൾ അതിൽ വെള്ളം കെട്ടിക്കില്ല എന്നതിന് തെളിവാണ്. അത് കാണിച്ചു തരാം. ഇത് അതിനകത്ത് വെള്ളം പോകുന്നുണ്ട്, നോക്കിയാണേ. അത് വെള്ളം പോയിക്കോട്ടെ. എല്ലാ വെള്ളവും അതിൽ കൂടെ പോകും. ഇത് അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ടോ? ഇപ്പം അതുകൊണ്ട് ആ ടാങ്കിൻ്റെ ഒരു നിർമ്മിതി തന്നെ വെള്ളം അതിനടി കെട്ടി കിടക്കുന്ന പോലെ അതിൻ്റെ സൈഡുകളൊക്കെ. അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് പോകണേ അപ്പം എന്തെങ്കിലും അന്നേരം ഒരു അവിടുത്തേക്കാട്ടിലും 1 ഇഞ്ച് ഇവിടെ പൊന്തിച്ച് കൊടുത്താൽ മതി. ലേശം പൊന്തിച്ച് ഇങ്ങനെ സ്ലോപ്പ് വെച്ചിട്ട് നമ്മൾ ശകലം ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടാങ്ക് വെക്കുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ലേശം ഒന്നും കൊണ്ട് സ്ലോപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഒരു ശകലം പൊക്കിയാൽ മതി. ലേശം ഒന്ന് പൊക്കി. ഓക്കെ. അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അങ്ങനെ ഫിറ്റ് ചെയ്ത് റെഡിയായി.
പിന്നെ വെള്ളം തീരെ അത് അങ്ങോട്ട് വലിഞ്ഞു പോകും. ഒരു തരിമ്പ് പോലും വെള്ളം നിൽക്കത്തില്ല അല്ലേ? ആ, ഇതാണ് ആ വെള്ളം മുഴുവൻ പോയി കേട്ടോ. അതിനകത്തുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് ഇതിൽ കെട്ടിക്കിടക്കുന്ന പരിപാടിയേ ഇല്ല. ആ വെള്ളത്തിനെ താഴോട്ട് കൊണ്ടുപോകും. അതിനെ നമ്മൾ താഴെ എത്തിക്കുകയാണ്. താഴെ എത്തിക്കും. അതിന് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതാണ്. അതാണ് ചേട്ടാ നമ്മുടെ ഈ വഴി എങ്ങോട്ടുള്ള ചേട്ടായി? ഈ ഇതിന്റെ മുന്നിലൂടെയുള്ള നമ്മുടെ വീടിന്റെ മുന്നിലുള്ള ഇത് ബാലുശ്ശേരി. ബാലുശ്ശേരി. ആ ബാലുശ്ശേരി ഇവിടുന്ന് എന്തേരുണ്ട്? ബാലുശ്ശേരിയിൽ നിന്ന് 2 കിലോമീറ്റർ. നല്ലൊരു ഗ്രാമമല്ലയോ? അത്യാവശ്യം കോഴിക്കോട് എന്ന് പറയുമ്പോൾ വളരെ ചൂടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ എന്നാ കൃഷിയൊക്കെ? കൃഷി തെങ്ങ്. തെങ്ങ്? ഇവിടത്തേക്ക് തെങ്ങ്. തെങ്ങ് റബ്ബറൊന്നും ഇല്ലെന്ന്. റബ്ബറൊന്നും ഇവിടെ. അതാണ് ഇവിടെ തെങ്ങ് കൃഷി, അടയ്ക്ക, അതൊക്കെ അവിടുത്തെ പ്രധാനം. നെല്ല്. അപ്പോൾ ആ വേസ്റ്റ് നേരെ താഴോട്ട് വെച്ച് ഇനി പീല് വെള്ളം പാർന്നാൽ ഇത് എയർ ഹോളോ ഇത്? അല്ല, അത് എയർ പോകാൻ വേണ്ടി സ്റ്റൈലൂടെയാണ്. പിന്നെ ഓക്കെ, നമുക്കിത് നേരെ താഴെ എത്തിക്കും. അപ്പോൾ അത് ആടെ കഴിഞ്ഞാൽ ഈ വെള്ളം, ഇതിൽ പാരുന്ന വെള്ളം മുഴുവൻ ആടേക്ക് എത്തും. അത് തുറന്നിട്ടാൽ. അപ്പോൾ വേസ്റ്റ് ആയാലും വെള്ളം ആയാലും എന്താ, അത് പൂട്ടിയാൽ മാത്രമേ ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നിൽക്കൂ. വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ താഴത്തെ പൈപ്പ് തുറന്നു വെച്ചിരിക്കുകയാണ്. നോക്കിയോ, കണ്ടോ, മൊത്തം കംപ്ലീറ്റ് വെള്ളം താഴെ എത്തി. നമ്മൾ തുറന്നു വെച്ചേക്കുന്നതുകൊണ്ടാണ്. കണ്ടോ, മൊത്തം നല്ല അടിപൊളിയായിട്ട് പോകും. ഇതാണ് അതിൻ്റെ പരിപാടി. എന്നല്ല ചേട്ടാ, നിർത്തിക്കോ. നമുക്ക് വെള്ളത്തിന് ക്ഷാമം, വേനൽക്കാലം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. പെട്ടെന്ന് നിർത്തിക്കോ. കണ്ടോ, മൊത്തം വെള്ളം അവസാന തുള്ളി വെള്ളം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് വെള്ളം തീർന്നിട്ടുണ്ട്. നോക്കിയോ ചേട്ടാ. ഇപ്പം എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം നമ്മൾ ഈ ടാങ്ക്, ഇപ്പം ഇതൊരു ഫ്രഷ് ടാങ്കാണ്. സാധാരണ ടാങ്കിനകത്ത് ഒരുപാട് അവശിഷ്ടങ്ങൾ വരും. അതെങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്? അതിപ്പം ടാങ്കിന്റെ മുകളിൽ ചളി അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പ്രത്യേകിച്ച് പരിപാടിയാണ് അടുത്ത്. ഇത് HD പൈപ്പ് എന്ന് പറയും. പ്ലംബിംഗ് പീടികയിലൊക്കെ കിട്ടുന്ന പൈപ്പാണ്. ഇതെടുക്കുക. ഇതിങ്ങനെ വളച്ചാൽ വളയുകയൊക്കെ ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് വളയ്ക്കുക. വളയ്ക്കാം. അതെടുക്കുക. അപ്പം നമ്മളുടെ ടാങ്ക് എടുത്തിട്ട് അതിൻ്റെ ഈ റൗണ്ടിൽ ഇങ്ങനെ വേണ്ടതിൻ്റെ എത്ര റൗണ്ടിൽ എടുത്തിട്ട് അത് മുറിക്കുക. റൗണ്ട് നമ്മൾ ടാങ്കിന്റെ റൗണ്ട് നോക്കി മുറിക്കുക. അതിനെക്കാട്ടും കുറച്ച് വിട്ടിട്ട് ഉള്ളോട്ട് ആക്കിയിട്ട് കുറച്ച് കളയുക. എത്ര ടാങ്കിന്റെ അളവ് അതിനെക്കാട്ടിലും ഒരു 5 ഇഞ്ച് കുറച്ച് കളയുക. മുറിച്ചതിന് ശേഷം ഒരു ചെടി എടുക്കുക. അതിലിത് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് തുളച്ചിട്ടൊരു കോപ്പർ ഇട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ കോപ്പറോട് കെട്ടുക. എന്നിട്ട് ഇതിങ്ങോട്ട് വളയ്ക്കുക. നമ്മൾ പിള്ളേരെ പണ്ട് വണ്ടി ഉണ്ടാക്കുന്ന പോലെ ഒരു ചക്രം ഉണ്ടാക്കുക. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇതാണ് ഇപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ വെള്ളം അടിക്കുക. അത് കാണിച്ചു തരാം. അങ്ങനെ വെച്ചിട്ട് ഇതെന്താ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ 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 ഓക്കെ. അത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ ഇതേ കുറേ ഹോളുകളുണ്ട്. ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ടെക്നോളജി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ കണ്ടുപിടുത്തം അല്ലേ? അതായത് ഈ ഹോളുകളിലൂടെ വെള്ളം പതിയെ നമ്മുടെ ടാങ്കിലേക്ക് അടിച്ചോട് ചുറ്റും. അതല്ലേ ഉദ്ദേശം? അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ചക്കരിയ. എല്ലാ ഭാഗത്തേക്ക് ചെതറി വീഴുന്നു. ഇതുപോലെ വെള്ളം ചെതറി ടാങ്കിനകത്തേക്കും വീഴും. വശങ്ങളിലെല്ലാം സൈഡിലുള്ള എല്ലാം ഇങ്ങനെ ഇത് അടിച്ച് തീരോളം ഇങ്ങനെ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എപ്പോഴും അടിക്കുന്നുണ്ടോ മോട്ടോർ, അപ്പോഴല്ല ഇത് തന്നെ. അതെ, ഫുൾ ടൈം അങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഫുള്ള് ടാങ്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതിനകത്തേക്ക് മൊത്തം പോകുന്നുള്ളൂ. ഉള്ളത് മണ്ണ് കലക്കി എന്നാൽ അതിനകത്തോട്ട് ഒഴിച്ചാലോ. ഇങ്ങനെ മൊത്തം കലങ്ങി കിടക്കുന്ന, ചെളിയായി കിടക്കുന്ന, പുഴുക്കളുള്ള ഏറ്റവും വൃത്തിഹീനമായ ഒരു ടാങ്ക് നമ്മുടെ പെരമണ്ടയിലിരിക്കുന്നത്, നമ്മുടെ കുടിവെള്ള ടാങ്ക്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള സംഗതിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. എങ്ങനെ ഇവനെ ക്ലീൻ ചെയ്തെടുക്കാം, അത് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുറ്റത്ത് നിന്ന് സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കും വരെ അത് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുത്തൻ്റെ സഹായം ആവശ്യമില്ല. മുകളിൽ കയറേണ്ട ഒരു പരിപാടികളും. ഇതിനെ തുളവാക്കി ആ റിങ് നിൽക്കുന്ന ഭാഗം കണ്ടിട്ട് ഇവിടെ 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 ആ റിങ് എവിടെ നിൽക്കണം? റിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കണമല്ലോ. ഇവിടെ കെട്ടാൻ തക്കത്തോണം ഇത്ര നീളത്തിൽ
മുറിക്കുക. കോപ്പർ വയർ കട്ട് ചെയ്തെടുക്കുക അല്ലേ? കോപ്പറോ കമ്പിയോ എന്തെങ്കിലും ഒരു കാലം ഒന്നും ആവൂല. കോപ്പർ വളരെ കാലം നിലനിൽക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കയറണ്ട. ഇരുമ്പിൻ്റെതൊക്കെ ആണെങ്കിൽ ദ്രവിച്ചു പോകും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യാൻ നിൽക്കണം. അതൊന്നും വേണ്ട. കോപ്പർ ഇട്ടാൽ ഒരു കാലം ഒന്നും ആവൂല. കോപ്പറിന് ഭയങ്കര വിലയാണേ, അതോ നമ്മൾ ആലോചിക്കണം. അതിപ്പോൾ ഈ വില വെച്ചാൽ ഇതിനെ ഒരാളെ വിളിച്ച് ഇതാക്കി ചളിവെള്ളം കുടിക്കാക്കാട് നല്ലത്. ഈ കോപ്പറിൻ്റെ വില ഇതൊക്കെ അല്ലേ ഉള്ളൂ. വേറെ ഇതൊന്നും നിങ്ങൾക്ക് വലിയ മുടക്കില്ല. ഇത് കടത്തി വെക്കണം നമ്മളിവനകത്ത് കയറ്റുമ്പോൾ അല്ലേ? അകത്ത് കയറ്റുന്ന ഒരു ടാസ്ക് ആണോ? കുറച്ചല്ലേ? അത് കാണണ്ടേ എങ്ങനെയാണ് ചേട്ടാ ഇതിനകത്ത് കയറ്റുന്നത്? മൊത്തം അകത്തേക്ക് കയറി കഴിഞ്ഞു. നമ്മളിവിടെ വെച്ച് തന്നെ അവനെ ഫിറ്റ് ചെയ്യുക അല്ലയോ? അതെ. ഓക്കെ, അവനെ കോപ്പർ വെച്ച് കെട്ടി. ഇതിനകത്തായി അവൻ. ഇനി നമ്മളവനെ എവിടെ കൊണ്ടുവരണം അല്ലേ? അതായത് നമ്മുടെ മോട്ടറിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇട്ടിട്ട് ഇവിടെ നിർത്തിയാൽ മതി. അവനെ കോപ്പർ ഇട്ട് കെട്ടി നിർത്തുക അവനകത്ത്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈ ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളുടെ ഉചിതം പോലെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ അത് അതിനകത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. കോപ്പർ കാണുന്നത്. ഇനി നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് കൊടുക്കാം. ഒന്ന് കൊടുത്തേട്ടെ. ഇതുണ്ടോ? അത് ആ ടാങ്ക് കഴുകിയാണ് വെള്ളം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുവായി ഉയരുന്ന ചില സംശയങ്ങൾക്ക് കൂടി നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്. ആദ്യത്തെ സംശയം, നമുക്ക് എല്ലാ മോട്ടറുകളിൽ നിന്നും ഇതുപോലെ തന്നെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുമോ എന്നാണ്. ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മൈക്രോ സ്പ്രിംഗ്ലർ വയ്ക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് മോട്ടറിൽ നിന്നും എത്ര ഫോഴ്സിലും നമുക്ക് ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പോൾ ആ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ടാങ്കിൻ്റെ വശങ്ങൾ നന്നായി കഴുകി വെള്ളം താഴേക്ക് എത്തിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇത് ഏത് സമയത്താണ് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ടാങ്കിലെ വെള്ളം പൂർണ്ണമായി തീർന്നതിന് ശേഷം ടാപ്പിലൂടെ വെള്ളമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഈ വാൽവ് തുറക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ ഇതുപോലെ ടാങ്ക് വളരെ വൃത്തിയിൽ കഴുകിയതിന് ശേഷം നമുക്ക് ടാപ്പിലേക്ക് വെള്ളം വിടാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ടാപ്പിലേക്ക് എത്തുന്ന വെള്ളം വളരെ ശുദ്ധമായി തന്നെ എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ടാങ്ക് എപ്പോഴും വൃത്തിയായിരിക്കുകയും ചെയ്യും. പിന്നുള്ളൊരു സംശയം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കിത് കഴുകി നമുക്ക് ഈ ഒരു പ്രൊസീജിയർ തീർത്തെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് തീർത്ത് ടാങ്ക് വൃത്തിയാക്കി എടുക്കാൻ കഴിയും. കണ്ടോ? അത് ആ പൊടികൾ മുഴുവൻ വലിഞ്ഞു പോകുന്നുണ്ടോ? ഇതിനകത്ത് മണ്ണും പൊടിയും എല്ലാം കൂടെ വലിഞ്ഞ് അതിനകത്തേക്ക് പോകും. ഇതിൻ്റെ കൂടെ നമ്മൾ മോട്ടർ അങ്ങ് ചുമ്മാ ഇട്ടു, അതായത് ചുമ്മാ അങ്ങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഇളകി പറിച്ച് എല്ലായിടും അങ്ങോട്ട് പൊക്കോളും. എന്താണ് കംപ്ലീറ്റ് ചെളി ഇറങ്ങി വരുന്നുണ്ടോ? ഇതാണ് ആ ടാങ്ക് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. അതിനകത്തെ കംപ്ലീറ്റ് സാധനവും ഈ കണ്ട പോലെ നമ്മുടെ അടിയിലേക്ക് പോയി. അത് ടാങ്ക് നല്ല ഭംഗിയായി. നമ്മളൊന്നുകൂടെ മോട്ടർ ഇട്ട് നമ്മളിങ്ങനെ ഓരോ സമയത്തും ഇത് ഡെയിലി വേണമെങ്കിൽ കഴുകാം അല്ലേ? ഡെയിലിയും കഴുകാം. ഡെയിലി കഴുകാം, ആഴ്ച വേണമെങ്കിൽ ആഴ്ച കഴുകാം. ഡെയിലി കഴുകുമ്പോൾ ഒരു ചളി ഒന്നും ഉണ്ടാവൂല. നിങ്ങൾക്ക് എന്താ സുഖം, എന്തായാലും സുഖം. ദിവസം നല്ല പ്യുവർ വെള്ളം കുടിച്ചൂടെ, കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ. ഇതല്ല നിങ്ങൾ വെക്കുന്നത് വെച്ചാൽ ഇതിനെക്കാട്ടും കണ്ടീഷനില്ല. നിങ്ങളിങ്ങനെ തുളയ്ക്കുകയും പിടിക്കുകയും ഒന്നും വേണ്ട. ക്യാപ്സ്യൂൾ ടാങ്ക് പിന്നെ ഫൈബർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് കൈത്തൊഴിലുകാർ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റേതാണ് അടുത്ത് കൊടുക്കുന്നത്. അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടി എളുപ്പമാണ്. ഉണ്ടാക്കുന്ന പോലെ തന്നെ ചരിവ് ഇതൊക്കെ ഓല് തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കണക്ഷൻ കൊടുക്കേണ്ടതേ ഉള്ളൂ. പിന്നെ മറ്റേ ഈ ഫിൽറ്ററിൻ്റെ ഇത് വേറെ വെക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒരു ടാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഫിൽറ്റർ സംവിധാനം ഉപയോഗിക്കാം. അതല്ല നിങ്ങൾ പുതുതായിട്ട് പറഞ്ഞാൽ ചെയ്യാൻ പോകണം, ഇത്രയും കഷ്ടപ്പെടണ്ട, ഇത്രയും ടാങ്ക് തുളയ്ക്കാനൊന്നും നിൽക്കണ്ട. അതുപോലത്തെ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിന് സ്റ്റാൻഡ് വേണ്ട,
സ്റ്റാൻഡ് വേണ്ട, ഇത് ഈ ടാങ്കാണ്. 10 വർഷം ഗ്യാരണ്ടി ആണ്, പിന്നെ ആജീവനം ഗ്യാരണ്ടി ആണ്. ഈ പോയാൽ ഫൈബർ ഗ്ലാസ് ഇത് പൊട്ടിപ്പോയാൽ അവിടെ ഫൗലന്റെ കമ്പനിക്കാർ തന്നെ വന്നിട്ട് ഇവിടെ ഇതായി തരും. പിന്നെ മാറ്റേണ്ടതില്ല. ഇത് പൊട്ടിപ്പോയാൽ ഇത് എവിടെ കിട്ടും ടാങ്ക്? ഇത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇടുക്കിയിൽ ബാബ എന്ന് പറഞ്ഞ ആളും ആണ് ചെയ്യുന്നത്. പിന്നെ കൂടുതലടി ഉള്ളതെന്നുള്ള എനിക്ക് പറയാം. ബോട്ട് തോണിയൊക്കെ ഉണ്ടാക്കുന്ന, ഫൈബർ തോണി ഉണ്ടാക്കുന്ന മെറ്റീരിയലാണത്. മെറ്റീരിയലാണ്. ഇങ്ങനെ ചതുരം പോലെ ഉണ്ടാക്കി ഇതുപോലെ മുറിച്ച് ഇതുപോലെ ചതുരം പോലെ ഉണ്ടാക്കി. ഇതിന് ഹോളുണ്ടല്ലേ? ഇതിന് ഹോള് ഞാൻ ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഇറക്കി. അതുപോലെ ചുമ്മാ ഇറക്കി വയ്ക്കുക, അവിടെ വെച്ച് കെട്ടുക, നമ്മൾ മുമ്പേ കാണിച്ച പോലെ അല്ലേ? ഇങ്ങനെ വെള്ളം വീഴും. ടാങ്ക് കഴുകി ശുദ്ധമാക്കിയതേ അതിലാ കാണുന്ന വഴിയെ പൊക്കോളും. കാര്യം നിസ്സാരം, സംഗതി ഗൗരവം. നമ്മളിത് കാണുമ്പോൾ ഓർക്കും ഇത് വളരെ നിസ്സാരമായ ഒരു സംഗതിയാണല്ലോ. തീർച്ചയായും ഞാനും പെട്ടെന്ന് ഇത് സംഭവം വളരെ സിമ്പിളാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഇങ്ങനൊരു ആശയം നമ്മുടെ ആരുടെയും തലയിൽ ഉദിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ തല പുകച്ച് ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ഇങ്ങനൊരു ആശയം കിട്ടിയില്ല, പലർക്കും കിട്ടിയില്ല. പലരും പല സാധനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും സക്സസ് അല്ല. എന്നാൽ ഈ സംഗതി ഏകദേശം ഒരു 90% മുകളിൽ ഇത് സക്സസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടാങ്ക് വെക്കുന്ന കൂടെ, വീട് വെക്കുന്ന കൂടെ, പ്ലംബിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാം. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 10 പൈസ ചിലവില്ല. പിന്നെ ചെയ്യണമെങ്കിൽ ഒരു 1000 രൂപ താഴെ ചിലവ് വരത്തുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാം. ഇനി അത് ആഴ്ചയിലൊന്നും മതിയെങ്കിൽ അങ്ങനെ മതി. അത് നമ്മുടെ സൗകര്യമാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിന് വേറൊരാളെ ആശ്രയിക്കേണ്ട. ഇതിനകത്ത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫിൽറ്റർ വെക്കേണ്ട. നമ്മളിപ്പോൾ ഒരു ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫിൽറ്റർ വെക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും നല്ലൊരു സാധനമൊക്കെ മേടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ 6000 രൂപയ്ക്ക് മുകളിലേക്കാണ് ഈ ഫിൽറ്ററുകളുടെ വില എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പൈപ്പുകൾ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പുകൾ, പൈപ്പുകൾ കംപ്ലീറ്റ് ഇതുപോലെ ഓര് ഉള്ള വെള്ളമാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേസ്റ്റേജ് വന്ന് അടിഞ്ഞിട്ട് ആ പൈപ്പെല്ലാം ഭയങ്കര ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെയാണ് ഈ ഒരു സാധനത്തിൻ്റെ വലിയൊരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഞാൻ പങ്കുവെച്ചതെന്നുള്ളത് എനിക്കുറപ്പാണ്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരുടെ മറ്റേ ടാങ്കിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ ഡ്രോബാക്സ് എന്താണ് അതൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. തീർച്ചയായും അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല അറിവുകളും നല്ല വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ നേരെ കോഴിക്കോട് റഹ്മത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നല്ല ഒരു അടിപൊളി നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി സാപ്പിടുന്നു. നേരെ കട്ടപ്പനയ്ക്ക് പിടിക്കുന്നു. ഓക്കെ, ബൈ.